ശ്രീമദ് ഭഗവത്ഗീത പാരായണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അത് ശ്രീമദ് ഭഗവത്ഗീത ജ്ഞാനകർമ്മ സന്യാസയോഗഃ. ശ്ലോകം 16. കിം കർമ്മ കിമകർമ്മേതി കവയോ അപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. ഇവിടെ കർമ്മം എന്ത്, അകർമ്മം എന്ത് എന്ന വിഷയത്തിൽ വിവേകികൾ കൂടിയും മോഹിതരാകുന്നു. യാതൊന്ന് അറിഞ്ഞിട്ട് അമംഗളത്തിൽ നിന്ന് മോചിതനാകുമോ? ആ കർമ്മത്തെ നിനക്കായി പ്രവചിക്കാം, ഞാൻ പ്രവചിക്കാം. അതായത് കർമ്മം എന്താണ്, അകർമ്മം എന്താണ്, ഇക്കാര്യം തീരുമാനിക്കുക എളുപ്പമല്ല. മാതൃകയാക്കാവുന്ന ആർഷപരമ്പരയിൽപ്പെട്ട ഒരു ഗുരുവിന്റെ ഉപദേശത്തിൽ നിന്നല്ലാതെ കർമാകർമ്മങ്ങൾ വേർതിരിച്ചറിയാനുള്ള കഴിവ് ഉണ്ടാവുകയില്ല. മഹാഭാരതത്തിൽ പാണ്ഡിത്യവും വിവേകവും നിറഞ്ഞ ഭീഷ്മർ, വിതുരർ തുടങ്ങിയ മഹാപണ്ഡിതന്മാരുണ്ടായിട്ടും അർജുനന് ഗീതോപദേശം നൽകാൻ ഭഗവാൻ തന്നെ വേണ്ടി വന്നു. അർജുനനോട് ഭഗവാനോടുള്ള വാത്സല്യം ഒരു കാരണം മാത്രമാണ്. കർമാകർമ്മ വിഭാഗം എല്ലാവർക്കും വശത്താകുന്ന വിഷയമല്ല. അർജുന, കർമ്മ അകർമ്മങ്ങൾ വേർതിരിച്ചറിയുന്ന കാര്യത്തിൽ കവികൾ പോലും മോഹിതരാകുന്ന സ്ഥിതിയാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ നിനക്ക് കർമ്മരഹസ്യം പറഞ്ഞു തരാം. അതറിഞ്ഞാൽ നീ അമംഗളങ്ങളിൽ നിന്നെല്ലാം മോചനം നേടും. ശ്ലോകം 17. കർമ്മണോ ഹ്യഭിബോധവ്യം ബാധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം ഗഹനാ കർമ്മണോ ഗതിഃ. അർത്ഥം, കർമ്മത്തിന്റെ തത്വം തീർച്ചയായും അറിയേണ്ടതാണ്. നിഷിദ്ധ കർമ്മത്തിന്റെയും തത്വം മനസ്സിലാക്കണം. അകർമ്മത്തിന്റെ തത്വവും അറിയേണ്ടതാണ്. കർമ്മത്തിന്റെ ഗതി വളരെ ദുർഗ്രഹമാണ്. അതായത് ശാസ്ത്രവിഹിതമായ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും ശാസ്ത്രനിഷിദ്ധങ്ങളായ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും അറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കർമ്മം ഒന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെ തത്വവും നീ അറിയണം. ഇതൊക്കെ സ്വയം അറിയാൻ കഴിയുന്നതല്ല, എളുപ്പത്തിൽ മനസ്സിലാക്കാനും കഴിയുന്നതല്ല. ഈ വിശാലമായ വിശ്വത്തിന്റെ ഉത്പത്തിയും നിലനിൽപ്പും കർമ്മത്തിൽ അധിഷ്ഠിതമാണ്. ശ്രേഷ്ഠമായ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ഗുണധർമ്മങ്ങൾക്കനുസൃതമായ സ്വകർമ്മങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഒപ്പം തന്നെ നിഷിദ്ധ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് നിരാകരിക്കാനുള്ള കഴിവും നേടണം. ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് കർമ്മങ്ങളെ ആശ്രയിച്ചാണെന്ന് പറഞ്ഞുവല്ലോ. കർമ്മം സർവത്ര വ്യാപിച്ചിരിക്കുന്നു. അതിന്റെ വൈപുല്യം അനുമാനത്തിനും അതീതമാണ് എന്ന് സാരം. ശ്ലോകം 18. കർമ്മണ്യ കർമ്മയ പശ്യേത കർമ്മണി ച കർമ്മയഃ സ ബുദ്ധിമാൻ മനുഷ്യോഷു സയുക്തഃ കൃഷ്ണ കർമ്മകൃത്. അർത്ഥം, യാതൊരുവൻ കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുമോ അവൻ മനുഷ്യരിൽ ബുദ്ധിമാനാകുന്നു. സകല കർമ്മങ്ങളും ചെയ്യുന്നവനെങ്കിലും അബോധികനാകുന്നു. അതായത് ഫലേച്ഛ കൂടാതെ കർമ്മങ്ങളിൽ ഈശ്വരാർപ്പണമായി മുഴുകുന്നവന് കർമ്മബന്ധനം ഉണ്ടാകുന്നില്ല. ആ കർമ്മങ്ങളുടെ കർത്താവ് താനാണെന്ന് അഹങ്കരിക്കാതിരിക്കുമ്പോൾ അവൻ കർമ്മത്തിൽ അകർമ്മത്തെ കാണുന്നു. വേഗമേറിയ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾ ഇരുവശത്തും സ്ഥിരമായി നിൽക്കുന്ന കെട്ടിടങ്ങളും വൃക്ഷങ്ങളുമെല്ലാം എതിർദിശയിലേക്ക് പാഞ്ഞു പോകുന്നതായി കാണുന്നു. യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്നത് നാമാണെന്ന ബോധം വീണ്ടു കിട്ടുമ്പോൾ ഇരുവശത്തുകൂടിയും വേഗത്തിൽ എതിർദിശയിലേക്ക് പാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നതായി തോന്നിച്ചവ നിശ്ചലങ്ങളാണെന്നും അവയ്ക്ക് ചലനമുണ്ടായതായി തോന്നിയത് വെറും ഭ്രമമായിരുന്നുവെന്നും വ്യക്തമാകുന്നു. അതുപോലെ ദേഹ
ഇന്ദ്രിയങ്ങൾ, ദഹേന്ദ്രിയാദികൾ ചെയ്ത കർമ്മങ്ങൾ അവയുടെ മാത്രം പ്രവർത്തനമായിരുന്നുവെന്നും ജീവാത്മാവിന് ആ കർമ്മങ്ങളുമായി ഒരു ബന്ധവുമില്ലാതിരുന്നുവെന്നും അറിയുമ്പോൾ അവൻ കർമ്മത്തിൽ അകർമ്മം ദർശിക്കുന്നു. അതുപോലെ ആത്മസ്വരൂപം ഗ്രഹിക്കാത്ത ഒരുവൻ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മനോബുദ്ധ്യഹങ്കാരങ്ങളെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകർമ്മത്തിൽ കർമ്മമുണ്ടാകുന്നു. ഈ വിധത്തിൽ കർമാകർമ്മ ഭാവങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നവൻ ജ്ഞാനിയാകുന്നു. ആ പണ്ഡിതനെ കർമ്മങ്ങൾ ബന്ധിക്കുന്നേയില്ല. ഒന്നും കാണാതെ തന്നെ അവൻ പ്രപഞ്ചത്തെ മുഴുവൻ വീക്ഷിക്കുന്നു. അവൻ പ്രപഞ്ചവുമായി സാത്മ്യം പ്രാപിക്കുന്നു എന്ന് സാരം. ശ്ലോകം 19. യസ്യ സർവേ സമാരംഭാഃ കാമസങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നി ദഗ്ധ കർമാണം തമാഹുഃ പണ്ഡിതം ബുധാഃ. അർത്ഥം, യാതൊരുവന്റെ എല്ലാ പരിശ്രമങ്ങളും ഭൗതിക സുഖമോഹരഹിതങ്ങളായിരിക്കുന്നുവോ ജ്ഞാനമാകുന്ന അഗ്നിയിൽ കർമ്മങ്ങളെ ദഹിപ്പിച്ച അവനെ പണ്ഡിതനെന്ന് വിദ്വാൻമാർ പറയുന്നു. ആ ബുദ്ധിമാന്റെ പരിശ്രമങ്ങളിൽ സ്വാർത്ഥമോഹങ്ങളോ ഫലകാംക്ഷകളോ ലേശം പോലും ഉണ്ടാകുകയില്ല. ഭൗതിക സുഖങ്ങൾ നേടാൻ വേണ്ടി അയാൾ ഒരു കർമ്മത്തിലും ഒതുങ്ങുന്നില്ല. അതേസമയം അയാൾക്ക് കർമ്മങ്ങളുടെ നേർക്ക് വിരക്തിയോ ഉദാസീനതയോ ഉണ്ടാകുന്നും ഇല്ല. ശ്ലോകം 20. ത്യക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭിപ്രവൃത്തോ അഭി നൈവ കിഞ്ചിത് കരോതി സഹ. കർമ്മഫലങ്ങളിലുള്ള ആസക്തിയെ ഉപേക്ഷിച്ചിട്ട് നിത്യതൃപ്തനും നിരാശ്രയനുമായ അവൻ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവനായാൽ പോലും ഒന്നും തന്നെ ചെയ്യുന്നതേയില്ല. സാരം, ഈശ്വരാർപ്പണമായ കർമ്മങ്ങളിൽ മാത്രം ഒരുവൻ മുഴുകുമ്പോൾ അവന് കർമ്മപാശത്തിൽ നിന്നും മോചനം ലഭിക്കുന്നു. ശാരീരികമായ ഭൗതിക കാര്യങ്ങളിൽ അശ്രദ്ധനായി കർമ്മഫലങ്ങളിൽ ആസക്തിയില്ലാതെ മറ്റാരെയും ആശ്രയിക്കാതെ സ്വയം തൃപ്തനായി കഴിയുമ്പോൾ അയാൾ ആനന്ദഭരിതനായി തീരുന്നു. കഴിവനുസരിച്ച് കർത്തവ്യങ്ങളിൽ മുഴുകുന്ന അയാൾ കൃഷ്ണാധീനം ജഗത് സർവം എന്ന അടിയുറച്ച ബോധത്തിനധീനനായി സന്തോഷം അനുഭവിക്കുന്നു. അയാൾ കർമ്മങ്ങളിൽ മുഴുകുന്നുവെങ്കിലും നിസ്സംഗനാകയാൽ ആസക്തിയില്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടൊന്നും ചെയ്യുന്നില്ല. അഥവാ കർമ്മബന്ധനം അയാളെ സ്പർശിക്കുന്നതേയില്ല. ആത്മചൈതന്യത്തിന്റെ ദിവ്യാനുഭൂതിയിൽ അയാൾ പരമാനന്ദം അനുഭവിക്കുന്നു. ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതും ശ്രവിക്കുന്നതും പുണ്യമത്രേ. ഭഗവത്ഗീത പാരായണം തുടരുകയാണ്. 4-ാം അധ്യായം അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുമല്ലോ.